ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ബേബി ഹെയർ ബാൻഡ് മേക്കിങ്ങും പിന്നെ ഒരു കിടിലം അവസരമാണ്. ഞാൻ ആ കിടിലൻ അവസരമൊക്കെ അവസാനം ഭാഗത്ത് പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇതേപോലത്തെ റിബൺ പോലെ എന്താ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അതെടുത്തിട്ടുണ്ട്. ഞാൻ രണ്ട് പീസായിട്ട് കുറച്ച് വലിയ സൈസിലും പിന്നെ കുറച്ച് ചെറിയ സൈസിലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ റിബൺ അത് നമ്മൾക്ക് വേറെ വേറെ ആയിട്ട് കിട്ടുക, അത് നമ്മൾ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ശബ്ദമൊക്കെ ആകെ ചേഞ്ചായി, ജലദോഷം പിടിച്ചതുകൊണ്ട് ശബ്ദമൊക്കെ ചേഞ്ചായിരുന്നു കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, സാരമല്ല. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഗൈസ്, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ബോ മേക്ക് ചെയ്യാൻ പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ സൈസ്. അത് ഞാൻ നടുവിലോട്ടായിട്ട് മടക്കി ഫോൾഡ് ചെയ്ത് കൊടുത്ത് അപ്പുറം അതേപോലെ ചെയ്തു. അപ്പോൾ ബോ മേക്കിംഗ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ്. പിന്നെ ബോ മേക്കിംഗ് അറിയുന്നവരുണ്ടാവും. പിന്നെ നടുവിൽ നിന്ന് സൂചി നൂലൊക്കെ ഇട്ട് അവിടെ നമ്മൾ ഫോൾഡ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, നെറി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരുമാതിരി ആകും അത്. ഗൈസ്, നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ആയ പോലെ നോക്കുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ വിചാരിച്ച് നോക്കുകയാണ്. എന്താ ഗൈസ്, ഇനി അത് കുറച്ച് വിട്ടു. ഇനി നമുക്കതിന്ന് ചുരുട്ടി കൊടുക്കണം. നൂല് അതിന് കൂടെ ചുരുട്ടി കൊടുക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റേതും ചെയ്തെടുക്കാം കേട്ടോ. ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ സൈസും ചെറിയ സൈസായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മളത് രണ്ടും മുകളിലായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഞാനൊരു അതേപോലത്തെ ചെറിയ കഷ്ണം എടുത്താണ്ട് അതിനുള്ളിലൂടെ ഒരു ബീഡ്സ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കതിനൊരു ഡിസൈനായിട്ട് നടുവിലായി സെൻറ്ററിലുണ്ടാവും. നല്ല ഭംഗിയാണ്. സ്റ്റോണാണ് കേട്ടോ അത്. അത് ആ ഗ്ലൂ ഗണ്ണോട് ഒട്ടിക്കണം വിചാരിച്ചപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അത് സ്റ്റിച്ച് ചെയ്തപ്പോൾ നല്ല ടൈറ്റായിട്ട് നിന്നേ. നമ്മൾ ഗമ്മൊട്ടിച്ചാലൊന്ന് കൈ കൊണ്ട് ചിലപ്പോൾ പോരാൻ സാധ്യത ഉണ്ട് കൊണ്ട് ഞാൻ ചെയ്തില്ല അങ്ങനെ. അവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നൂല് കട്ട് ചെയ്യാനൊക്കെ നോക്കുമായിരുന്നു ഞാൻ. നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ നൂലും സൂചി കൊണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ടൈറ്റായി കിട്ടുമല്ലോ. എന്നിട്ട് ഇടയിലൂടെ കുറച്ച് ഗമ്മൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ആ ഇടയിലൂടെ ഗമ്മൊട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ചെറിയ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ പീസ് എടുത്തതിന് ശേഷം അത് നമ്മൾ തുന്നിയ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കിലും സ്റ്റിച്ചിലും എനിക്ക് കൺഫ്യൂഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കൂട്ടി പറയുന്നുണ്ട്. ഞാൻ ഗമ്മൊട്ടിച്ച് കൊടുത്തിട്ടോ. ഇനി നമ്മൾ ആ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ പീസ് ഒട്ടിച്ച് കൊടുക്കുകയാണ്.
ഇങ്ങനെ നോക്കിയപ്പോൾ കളറില്ല, അതേപോലെ കുറച്ച് കളർ സെയിം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇവിടുന്ന് അത് കണ്ടില്ലേ, ഗമ്മു പോരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും സ്റ്റിക്ക് ചെയ്തു കേട്ടോ. ഇത് നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ആ ഒരു കിടിലൻ അവസരം പറയാനല്ലേ, അപ്പോൾ ആ കിടിലൻ അവസരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ആരെങ്കിലും ഒരു നല്ല കമൻറ്റ്, ബെസ്റ്റ് കമൻറ്റ് ഇടുന്ന പോലെ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ട് അവളെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.